ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഒരു ചെറിയ ചിന്ത അല്പസമയം പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ പൗലോസ്ലീഹായുടെ ഒരു പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പൗലോസ്ലീഹായുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് 20-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒരു ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ച് പൗലോസ് അവരോട് സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് പൗലോസ്ലീഹ പ്രസംഗിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വചനമാണ് പൗലോസ്ലീഹ പ്രസംഗിക്കുന്നത്. എന്തായിരിക്കും പൗലോസ്ലീഹ പ്രസംഗിച്ചിട്ടുണ്ടാവുക? പൗലോസ്ലീഹ എന്തായിരിക്കും ഈ പാതിരാത്രി വരെ പ്രസംഗിച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ അതിനുശേഷം വെളുപ്പിന് വരെ അല്ലെങ്കിൽ പ്രഭാതം വരെയും പൗലോസ്ലീഹ എന്തായിരിക്കും പ്രസംഗിച്ചിട്ടുണ്ടാവുക? നമ്മളിങ്ങനെ വായിച്ച് കുറേ കടന്നു പോകുമ്പോൾ അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ കാണുകയാണ്. അവിടെയാണ് പൗലോസിന്റെ പ്രസംഗം എന്തായിരുന്നു നമ്മൾ കാണുന്നത്. ആത്മാവിൽ ബന്ധിതനായി ഞാൻ യെരൂശലേമിലേക്ക് പോവുകയാണ്. ഒന്ന്, നിങ്ങളുടെ ആത്മാക്കൾക്ക് പ്രയോജനമുള്ള യാതൊന്നും ഉപേക്ഷിക്കാതെ നിങ്ങളോട് പ്രസംഗിച്ചു. അപ്പോൾ എന്താ പ്രസംഗത്തിന് ഒന്നാമത്തെ കാര്യം? നിങ്ങളുടെ ആത്മാക്കൾക്ക് യാതൊരു ദോഷവും വരാത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത്. അപ്പോൾ പൗലോസ്ലീഹായുടെ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവ മക്കളുടെ ആത്മാവിനെ കുറിച്ചാണ്. എന്തുകൊണ്ടായിരിക്കും പൗലോസ്ലീഹ ആത്മാക്കളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവുക? ആത്മാക്കളോടല്ല സംസാരിച്ചത്, ആത്മാക്കളെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ആത്മാവിനെ കുറിച്ചാണ് പൗലോസ്ലീഹ പ്രസംഗിച്ചത്. എന്തുകൊണ്ടായിരിക്കും? അല്ലേ? നമ്മുടെ ആത്മാക്കൾ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രസംഗമാണ് പൗലോസ്ലീഹ മുഴുവനും നടത്തിയത്. നമ്മുടെ ആത്മാക്കൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് പൗലോസ്ലീഹ ഈ നാടുകൾ മുഴുവനും പ്രസംഗിച്ചത്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് പ്രസംഗിച്ച പ്രസംഗങ്ങളാണ് പല ലേഖനങ്ങളായിട്ട് പിന്നീട് പുറത്തു വരികയും പല സഭകൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ പൗലോസ്ലീഹ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. എഴുതിയത് കൂടാതെ, എഴുതിയത് ഒരുപക്ഷെ ചില സ്ഥലങ്ങളിലെ പ്രസംഗങ്ങളായിരിക്കും, അത് പിന്നീട് ലേഖന രൂപത്തിൽ എഴുതിയിട്ട് അത് പല സഭകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാകാം. അപ്പോൾ തന്നെ പൗലോസ്ലീഹ ഒരുപാട് സ്ഥലങ്ങളിൽ ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാക്കളെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗങ്ങൾ മുഴുവൻ പൗലോസ്ലീഹ മാത്രമല്ല, അപ്പോസ്തലന്മാരും യേശു ക്രിസ്തുവും അല്ലെങ്കിൽ പഴയ നിയമത്തെ പ്രവാചകന്മാർ മുഴുവൻ പ്രസംഗിച്ചതും പ്രസംഗത്തിൻ്റെ കാതലായ ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. അതായത് എൻ്റെയും നിങ്ങളുടെ ആത്മാക്കൾ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രസംഗങ്ങളാണ് ഇവരെല്ലാം നടത്തിയത്. ഈ കാലഘട്ടത്തിൽ എവിടെയെല്ലാം സുവിശേഷം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈ മനുഷ്യൻ്റെ ആത്മാവിനെ രക്ഷപ്പെടുത്തുവാനുള്ള മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കുക. പക്ഷെ പലപ്പോഴും നമുക്കത് മനസ്സിലാകാതെ പോവാം. നമ്മളൊക്കെ എന്തിനെക്കുറിച്ചാണ് പലപ്പോഴും ചിന്തിക്കുക? നമ്മുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രസംഗങ്ങളുണ്ടോ? ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണോ പ്രസംഗങ്ങളൊക്കെ നടക്കുന്നത്? അങ്ങനെയുള്ള പ്രസംഗങ്ങൾക്കാണ് ആൾക്കാർക്ക് താല്പര്യം. പലപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രസംഗത്തിലൊക്കെ തമാശകൾ പറഞ്ഞാലാണ് ആളുകൾക്ക് താല്പര്യം. സുവിശേഷം എന്ന് പറയും തമാശകളല്ല, ആണോ? സുവിശേഷം എന്ന് തമാശയല്ല. ഒരു സുവിശേഷവും തമാശയല്ല. അതൊക്കെ സത്യങ്ങളാണ്, അല്ലെങ്കിൽ ഗൗരവതരമായ കാര്യങ്ങളാണ് പ്രസംഗത്തിൽ പറഞ്ഞു പോകുക, ഇല്ലേ? എല്ലാ പ്രസംഗങ്ങളും അപ്പോസ്തലന്മാരുടെ ആണെങ്കിലും യേശുക്രിസ്തുവിനാണെങ്കിലും എല്ലാം ഗൗരവതരമായ കാര്യങ്ങളാണ് സംസാരിച്ചു പോകുക. സുവിശേഷം എന്ന് പറയും നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ആത്മാവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഇത് ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പിതാവാം ദൈവത്തിൻ്റെ അരുളപ്പാടിലൂടെ പ്രവാചകന്മാർ എഴുതി വെച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ പിന്നീട് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു സംസാരിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരോട് സംസാരിക്കപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം ഗൗരവതരമായ കാര്യങ്ങളാണ്.
യേശുക്രിസ്തു പറഞ്ഞത് മുഴുവൻ യാഥാർത്ഥ്യങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച്, പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച്, ജീവിതത്തിലെ നഗ്നമായ സത്യങ്ങളെക്കുറിച്ച്, ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച്, ദൈവം നൽകുന്ന ചില നന്മകളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ചില സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സുവിശേഷത്തിലൂടെയും ലേഖനങ്ങളിലൂടെയും ബൈബിളിലൊക്കെ കടന്നു പോകുമ്പോൾ അതൊന്നും തമാശകളല്ല, മറിച്ച് അതെല്ലാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, പൗലോസ്ലീഹ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത്, അദ്ദേഹം പറയാണ്, ഞാൻ നിങ്ങളുടെ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി എല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഞാൻ പ്രസംഗത്തിലൂടെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആത്മാവിന് വേണ്ടി, ആത്മാവിന് രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രസംഗങ്ങളാണ് പൗലോസ്ലീഹ നടത്തുന്നത്. നമ്മുടെ ആത്മാക്കൾ രക്ഷപ്പെടാൻ വേണ്ടി, നമ്മുടെ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് പൗലോസിന്റെ പ്രസംഗങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയൊക്കെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള യേശുക്രിസ്തു പറയുന്നുണ്ട്, ഒരുവൻ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്താണ് പ്രയോജനം? ഈ ലോകത്ത് എന്ത് നേടിയാലും, എന്തെല്ലാം ജീവിത സാഹചര്യങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും, എത്ര വലിയ സമ്പത്ത് അവൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും, എത്ര വലിയ അധികാരങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും, അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനമാണുള്ളൂ? എന്ന് പറഞ്ഞാൽ, ലോകത്തിലൊരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായി അവൻ ചിന്തിക്കേണ്ടതും അവൻ പ്രവർത്തിക്കേണ്ടതും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പരിശുദ്ധ പൗലോസ്ലീഹ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സുവിശേഷ യോഗങ്ങളും സുവിശേഷങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ ക്രമീകരിക്കപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ സുവിശേഷത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ ഈ ആത്മാവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ആത്മാവിനെ സംരക്ഷിക്കാൻ വേണ്ടി കരുതലുള്ളവരുമായിരിക്കണം. കാരണം നമുക്കറിയാം, ഈ ശരീരം എന്ന് പറയുന്നത് യാതൊന്നിനും പ്രയോജനപ്പെടുന്നതല്ല, മറിച്ച് ആത്മാവാണ് പ്രയോജനമുള്ളത്. നമുക്കറിയാം, ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ശവം എന്നാ പറയുക. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ പേര് പോലും എന്താണ്? നമ്മുടെ പേരാണ്. എന്ന് പറഞ്ഞാൽ നമുക്കുള്ള പേര് നമ്മുടെ ആത്മാവിൻ്റെ പേരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ വരും ശവമാണ്. പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ആത്മാക്കൾക്ക് ദോഷമൊന്നും സംഭവിക്കാത്തത് അല്ലെങ്കിൽ പ്രയോജനകരമായതെല്ലാം ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു.